പപ്പിയെ നോക്കി എത്രയും പെട്ടെന്ന് ഈ പാലസിൽ നിന്ന് പപ്പിയെ പുറത്താക്കുമെന്ന് മനസ്സിൽ പറഞ്ഞ് പാറു ആരതി ഒഴിയുകയാണ്. ഇതെല്ലാം കാണുന്ന ബബ്ലി ചടങ്ങ് ചെയ്യുന്നതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ പപ്പിയുടെയും ബബ്ലിയുടെയും ഫസ്റ്റ് നൈറ്റ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൂവിൽ പാറു ചൊറിയണത്തിന്റെ പൊടി ഇടുകയാണ്. എന്നിട്ട് പപ്പി ഇന്ന് രാത്രി തന്നെ ഈ പാലസിൽ നിന്ന് ജീവനം കൊണ്ട് ഓടി പോകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പാറു. ഈ സമയം മറുവശത്ത് ശങ്കറിന്റെ അടുത്ത് വരുന്ന മോഹിനി ശങ്കറിനോട് ഇതെല്ലാം പാറുവിന്റെ പ്ലാൻ ആണെന്നും അതനുസരിച്ചാണ് പപ്പിയും പപ്പിയുടെ അമ്മയും ഈ പാലസിന്റെ അകത്ത് കയറിയതെന്നും പാറു ശങ്കർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പെൺകുട്ടി അല്ല എന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ശങ്കർ പാറുവിന് സപ്പോർട്ട് നിന്ന് ഓരോന്നും പറയുകയാണ്. ആ സമയം പാറു പൂവുമായി പോകുന്നത് അവർ രണ്ടുപേരും കാണുകയാണ്. അപ്പോൾ അവിടെ വരുന്ന രംഭ പാറുവാണ് പപ്പിയുടെയും ബബ്ലിയുടെയും റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശങ്കർ. ഈ സമയം പാറു പപ്പിയുടെ റൂമിലെ ബെഡിൽ ചൊറിയണത്തിന്റെ പൊടിയുള്ള പൂക്കൾ ഇടുകയാണ്. ഇന്ന് പപ്പി പാലസിന്റെ പുറത്തേക്ക് ഓടിപ്പോകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാറു നിൽക്കുമ്പോൾ അവിടെ ശങ്കർ വരികയാണ്. ശങ്കർ നോക്കുമ്പോൾ പാറു ബെഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൂക്കൾ ഇടുന്നത് കാണുന്ന ശങ്കർ പാറുവിന്റെ അടുത്ത് പോയിട്ട് പാറുവിനോട് എന്റെ അനിയത്തിയുടെ ജീവിതം നരകത്തിലാക്കാൻ വേണ്ടിയാണോ പാറു നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? നിന്നെ ഞാൻ വിശ്വസിച്ച് പോയത് കൊണ്ട് തെറ്റുപറ്റി എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പാറുവിനോട് പറഞ്ഞിട്ട് ശങ്കർ പാറു പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതെല്ലാം ശങ്കർ നശിപ്പിക്കുകയാണ്. അത് തടയാൻ വേണ്ടി പാറു ശ്രമിക്കുന്നതിനിടയിൽ ശങ്കർ ബെഡിൽ വീഴുകയാണ്. അത് കാണുന്ന പാറു പെട്ടെന്ന് തന്നെ ശങ്കറിനോട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കുളിക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കറിന്റെ ശരീരത്തിലെല്ലാം ചൊറിച്ചിൽ തോന്നുകയാണ്. എന്നിട്ട് ശങ്കർ പാറുവിനോട് നിന്നെ ഞാൻ കണ്ണും അടച്ച് വിശ്വസിച്ചതല്ലേ എന്ന് പറയുമ്പോൾ പാറു ശങ്കറിനോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. പപ്പിക്ക് വേണ്ടി വിരിച്ചിട്ട വലയിൽ ശങ്കർ വന്ന് വീണു എന്നും പറയുകയാണ്. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശങ്കർ. പാറു ശങ്കറിനോട് ബബ്ലിക്ക് ഒന്നും സംഭവിക്കില്ല എന്നും ശങ്കറിന്റെ കൂടെ പാറു എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നത് കേൾക്കുന്ന ശങ്കർ അവിടെ നിന്ന് പോവുകയാണ്. നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന ശങ്കർ ഒരു ക്രീം എടുത്തിട്ട് ജ്യോതിയോട് ആ ക്രീം ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ അതെന്തോ പകരുന്ന അസുഖമാണെന്ന് വിചാരിക്കുന്ന ജ്യോതി ശങ്കറിനോട് അടുത്ത് വരരുതെന്നും ചൊറിച്ചിൽ പകരുമെന്നും പോയി ശങ്കറിനോട് കുളിക്കാനും പറയുകയാണ് ജ്യോതി. ജ്യോതിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശങ്കർ. ഇതേ സമയം സൗദാമിനി പപ്പിയുടെ ഫസ്റ്റ് നൈറ്റ് റൂം അലങ്കോലമാക്കിയത് കൊണ്ട് പാറുവിനെ വഴക്ക് പറയുകയാണ്. പാറു ചെയ്ത തെറ്റിന് ശിക്ഷയായി രാത്രിയിൽ ടെറസിലെ തറയിൽ കിടന്ന് ഉറങ്ങണമെന്ന് പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. കുറച്ച് കഴിയുമ്പോൾ ജ്യോതി പാറു ചെയ്ത തെറ്റിന് സൗദാമിനി ആന്റി ശിക്ഷ കൊടുത്തതാണെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശങ്കർ പപ്പിയുടെ റൂമിൽ കയറി ശങ്കർ റൂം അലങ്കോലമാക്കിയത് ഓർമ്മിക്കുകയാണ്. അത് ഓർമ്മ വരുന്ന ശങ്കർ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് പാറുവിന് കിട്ടിയതെന്ന് മനസ്സിൽ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ടെറസിൽ തണുപ്പ് കാരണം ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് പാറു. ആ സമയം അവിടെ പാറുവിന് പുതയ്ക്കാൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുകയാണ് ശങ്കർ. എന്നിട്ട് ശങ്കർ പാറുവിനോട് സത്യം എല്ലാവരോടും പറയാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ടീമാണ്. നമ്മുടെ ആവശ്യം ഈ ഫസ്റ്റ് നൈറ്റ് മുടക്കണമെന്നായിരുന്നു. അതെന്തായാലും നടന്നു. നമ്മുടെ ലക്ഷ്യമല്ലേ പ്രധാനമെന്ന് പറയുമ്പോൾ പാറു ശങ്കറിന്റെ ശരീരത്തിലെ പാടുകൾ കാണുകയാണ്. അത് കാണുന്ന പാറു ശങ്കറിനോട് സോറി ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പാറു ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ശങ്കറിന്റെ അടുത്ത് വരുന്ന പാറു ശങ്കറിന്റെ ശരീരത്തിലുള്ള പാടിലെല്ലാം പാറു കൊണ്ടുവന്ന മരുന്ന് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ ശങ്കർ പാറുവിന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പാറുവിനോട് നിനക്ക് ഇത് പകരില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ചിരിക്കുന്ന പാറു ശങ്കറിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പറയുകയാണ് പാറു. അത് കേൾക്കുന്ന ശങ്കറിന് ജ്യോതി ശങ്കറിനോട് പെരുമാറിയത് ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന ശങ്കർ പാറുവിന്റെ കയ്യിൽ നിന്നും ശങ്കറിന്റെ കൈ മാറ്റുകയാണ്. അത് കാണുന്ന പാറു ശങ്കറിന്റെ ശരീരത്തിലുള്ള പാടിലെല്ലാം മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. പാറു മുറിവിലെല്ലാം വിഷമത്തോടെ സങ്കടത്തോടെയും മരുന്ന് പുരട്ടി കൊടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് ശങ്കർ. ശേഷം ശങ്കർ പാറുവിനോട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ശങ്കർ അവിടെ നിന്ന് പോയതിനു ശേഷം പാറു ശങ്കറിന്റെ ഫോട്ടോയിൽ നോക്കി കിടന്നുറങ്ങുകയാണ്. രാവിലെ പാറുവിന്റെ അടുത്ത് വരുന്ന മോഹിനി പാറുവിന്റെ കയ്യിൽ ശങ്കറിന്റെ ഫോട്ടോ ഇരിക്കുന്നത് കാണുകയാണ്. എന്ത് ചെയ്താലും രണ്ടുപേരും അകലുന്നതിന് പകരം കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മോഹിനി തന്റെ ശക്തി പ്രയോഗിച്ച് അവിടെ കാക്കകളെ വരുത്തുകയാണ്. കാക്കകൾ പാറുവിനെ ഉപദ്രവിക്കുകയും പാറുവിന്റെ കയ്യിലെല്ലാം കാക്കകൾ കൊത്തി മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു. മോഹിനിയുടെ ഈ പ്ലാൻ നടക്കുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.